അയ്യോ ഈ കടയിലാണ് നമ്മൾ അപ്പം നമ്മള് ഹിഡൻ സ്പോട്ട് തപ്പി പോവാണേ ഗൈസ്. ഹലോ ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു ട്രിപ്പ് പോവാണ്. സോ പൊന്മുടിയിലോട്ടാണ് നമ്മളിന്ന് ട്രിപ്പ് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല വെയിലാണ്, പക്ഷെ നേരത്തെ നല്ല മഴയുണ്ടായിരുന്നു. അപ്പം പോയിട്ട് നോക്കാം നമുക്ക് അവിടുത്തെ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ അടുപ്പിച്ചേ ഉള്ളൂ പൊന്മുടിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല കാറ്റും കോടയും ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എണ്ണയൊക്കെ അടിച്ച് നമ്മൾ സെറ്റായിട്ട് പോവുകയാണ് അങ്ങോട്ട്. അപ്പോൾ നമ്മൾ ഏകദേശം 8ാമത്തെ ഹെയർ പിന്നിലെത്തി. കേൾക്കാൻ പറ്റുമോ നമ്മളോടാ? ചായക്കടയിൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. സോറി ഗൈസ്, 15ആണ്. ആൻറ്റി പറഞ്ഞത് 18ാമത്തെ ഹെയർ പിന്നാണെന്ന്. ആൻറ്റിയെ നിങ്ങൾ കാണുന്നുണ്ടോ? അയ്യോ ഈ കടയിലാണ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതേ. അതിൻ്റെ ബാക്കിൽ ഫുൾ പ്ലാന്റേഷൻസ് ആണ്. കണ്ടോ? അപ്പം ചായ കുടിച്ചിട്ടാ ബാക്കി കട് എരിയത് പുക അടിക്കുന്നുണ്ട്. നല്ല ക്ലൈമറ്റ് ആണ്, അടിപൊളി സെറ്റ്. കട്ടൻ കാപ്പി, കാപ്പിയല്ല കട്ടൻ ചായ, പുക അടിക്കും. ഇതാണ് എൻ്റെ അനിയൻ. നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾ കുറേ വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പം അവൻ മുട്ടയടിച്ച് മുടി വെട്ടി കാരണം തൊപ്പി വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ അവൻ തൊപ്പിയൊന്നും വെക്കത്തില്ല, നിറയെ മുടിയുണ്ട്. പിന്നെ പൊന്മുടി ദിവസം വളയാതെ പിന്നെ കമോൺ കേറി വാ. ചായയൊക്കെ കുടിച്ച് സെറ്റായി നമ്മൾ വീണ്ടും പോകാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ പൊക്കോണ്ടിരുന്ന വഴിക്ക് വലിയ മഴയും കോടയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. 2 സൈഡിലും ടീ പ്ലാന്റേഷൻസും കാര്യങ്ങളൊക്കെയാണ്. ഓരോ വളവ് കഴിഞ്ഞ് വരുന്തോറും ടീ പ്ലാന്റേഷൻസ് ആണ്. അപ്പം അവിടെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. നല്ല ക്ലൈമറ്റായിരുന്നു, ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റായിരുന്നു. അപ്പോൾ കുറേ നേരം ഫോട്ടോ എടുക്കലും പിന്നെ അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് അങ്ങനെ നിന്നു. പിന്നെ അത് കഴിഞ്ഞപ്പം താഴേന്ന് ഇങ്ങനെ വണ്ടി റൗണ്ട് അടിച്ച് കറങ്ങി വരുന്ന കയറി കാണാൻ നല്ല ഭംഗിയാണ്. അതൊക്കെ കണ്ടിട്ട് നിൽക്കുമായിരുന്നു. ഇന്നത്തെ ക്ലൈമറ്റും പൊളിയാണ്, ഒരു രക്ഷയില്ല. അടിപൊളി ക്ലൈമറ്റാണ്. കാറ്റും ഉണ്ട്, കോടയും വരുന്നുണ്ട്. കാട് നോക്കി സീനായിട്ടുണ്ട്. അപ്പം നമ്മള് ഹിഡൻ സ്പോട്ട് തപ്പി പോവാണേ. ഗൈസ്, ഇതുവഴി താഴോട്ടാണ് നമ്മുടെ ഹിഡൻ സ്പോട്ട്. ക്ലൈമറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, മഴ നല്ല പെയ്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് കൊണ്ടിരിക്കുകയാണ്. ക്ലൈമറ്റ് ആണെങ്കിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്ത ക്ലൈമറ്റ് ആണ്. ഫോണൊക്കെ ഫുൾ നനയുന്നുണ്ട്. എന്നാലും നമ്മൾ പോകുന്നതാണ് ഇങ്ങോട്ട്.
അപ്പോൾ ഹിഡൻ സ്പോട്ട് കണ്ടുപിടിച്ച് ഹിഡൻ സ്പോട്ട് കഴിഞ്ഞിട്ട് മുന്നോട്ടുള്ള ആ സ്പോട്ടിലോട്ടാണ് പോകുന്നത്. അവിടെ ഇല്ലാന്നറിയാം. 2 സൈഡും ഇവിടെ ഇതുപോലത്തെ വെള്ളം നല്ല രസമുണ്ട്. പോയി നോക്കാം. ആ ഹിഡൻ സ്പോട്ടിൽ കയറി ഇവിടെ എത്തി. ഒരു രക്ഷയില്ല. ക്ലൈമറ്റ് അടിപൊളി. ഇപ്പുറത്തെ സ്പോട്ടാണ് ഈ കാണുന്നത്. ഇവിടെ ആണെങ്കിൽ ഒരു വെള്ളച്ചാട്ടമാണ്. സൂപ്പറാണ് ഇവിടുത്തെ വ്യൂ കേട്ടോ. വ്യൂ ഞാൻ നിങ്ങൾക്ക് സൂപ്പറായിട്ട് എടുത്ത് കാണിച്ചു. ഇവിടെ നല്ല തണുപ്പുണ്ട്. ഇപ്പം ഞാൻ സ്വെറ്ററൊക്കെ എടുത്തിട്ട് ചുമ്മായിട്ട് ഭയങ്കരമായ തണുപ്പൊന്നുമില്ല, സഹിക്കബിളാണ്. എന്നാലും എൻ്റെ കയ്യിലുണ്ടായിരുന്നുകൊണ്ട് ഇട്ടെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇനി നമ്മൾ മെയിനാണ് നമ്മൾ മുകളിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പം ടോപ്പിൽ നമ്മൾ പോയില്ല, ടോപ്പിലോട്ട് പോകാൻ പോവാണ്. അപ്പം അവിടെ പോയിട്ട് ബാക്കി വീഡിയോസ് കാണിച്ചു തരാം. ഓക്കെ. ഫൈനലി ഫുഡ് വന്നു. ബിരിയാണിയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. KTDCയുടെ ഹോട്ടലാണ്. വേറെ എല്ലായിടത്തു നിന്ന് സാധനമില്ല, ഫുഡില്ല. സൺഡേ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു. സത്യം പറഞ്ഞാൽ ബിരിയാണിയാണ് കഴിക്കുന്നത്, പക്ഷേ സാധനം കൊള്ളില്ല. കൊള്ളാം, ഓക്കെ ആണ്, ഇത്രേ ഉള്ളൂ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പൊന്മുടി ഹില്ലിൻ്റെ ടോപ്പിലോട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ടോപ്പിൽ നമ്മൾ പോയിട്ടില്ലായിരുന്നു. ഫുഡ് കഴിച്ച ശേഷം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്ന വഴി ഫുൾ നിറയെ മഞ്ഞായിരുന്നു, ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നല്ല വ്യൂ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ പോകാത്തവരാണെങ്കിൽ ഈ ഒരു സീസണിൽ നിങ്ങൾ പോകുന്നത് ബെറ്റർ ആയിരിക്കും. നല്ല ക്ലൈമറ്റാണ് കേട്ടോ ഉള്ളത്. ഇവിടെ സൺഡേ അവിടെ ഭയങ്കര തിരക്കാണ്, രക്ഷയില്ല, ഭയങ്കര തിരക്ക്. അതിൻ്റെ കൂടെ തന്നെ മഴയല്ല, ആക്ച്വലി മഞ്ഞാണ്. നമ്മൾ വന്ന വഴിയൊക്കെ ഫുൾ മഞ്ഞായിരുന്നു, മഞ്ഞ് മൂടി കിടക്കുമായിരുന്നു. ബാക്കി വീസ് മുകളിൽ പോയിട്ട് കാണിച്ചു തരാം. നല്ല തിരക്കുണ്ട് കേട്ടോ, രക്ഷയില്ല. ടോപ്പ് എൻഡിൽ നമ്മുടെ ലൈറ്റ് ഹൗസൊക്കെ പോലെ ഒരു സ്റ്റെയേഴ്സൊക്കെ വെച്ച് കെട്ടിയിട്ടുള്ള ഒരു പോർഷനുണ്ട്. അവിടെ കയറി നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ വ്യൂ കാണാൻ പറ്റും. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് കേട്ടോ. പക്ഷേ അവിടെ ഇപ്പോൾ കയറാൻ പറ്റത്തില്ല. താഴെ നിന്ന് നമുക്ക് വ്യൂ ഒക്കെ കാണാനും കാറ്റൊക്കെ എൻജോയ് ചെയ്യാനും മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ വ്യൂ കാണാനാണ് നമുക്ക് പോകുന്നത്. കാണാൻ പറ്റുന്നില്ല. വന്ന വഴിക്കും ആ സെയിം തന്നെയായിരുന്നു, ഭയങ്കര കോടയായിരുന്നു. അപ്പോൾ 2 സൈഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം അവിടെ ഫുൾ കോടയാണ്. ക്ലൈമറ്റ് മഴയാണോ മഞ്ഞാണോ എന്നറിഞ്ഞൂടാത്തൊരു ക്ലൈമറ്റായിരുന്നു. മഴ പോലെ മഞ്ഞ് പൊഴിയുന്നുണ്ടായിരുന്നു എന്നാണ് അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞത് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു മഴ പെയ്യുന്നതാണെന്ന് വിചാരിച്ചു, പക്ഷെ മഞ്ഞായിരുന്നു. എന്തായാലും കൊള്ളാം, നല്ല ക്ലൈമറ്റായിരുന്നേ. പക്ഷേ നമുക്ക് വ്യൂ ഒന്നും അത്രയ്ക്ക് കാണാൻ പറ്റില്ല, കാരണം കോട ഇറങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു, കാറ്റും മഴയും എല്ലാം ഉണ്ടായിരുന്നു. നമ്മളിനി ഫ്രണ്ടിലത്തെ ആ വ്യൂ കൂടെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോവാണേ. മഞ്ഞുണ്ടോ? നല്ല മഞ്ഞാണല്ലേ.
എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. ഭയങ്കര കോട, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഫുള്ളങ്ങ് വെള്ള ഒരു മയമായി. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ തിരിച്ചിവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ഏകദേശം 3:45 ആയിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ തിരിച്ചു പോകാൻ പോവാണ്. ഭയങ്കര മഞ്ഞാണ്, ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് ഇപ്പൊ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ ഫുൾ മുടി കിടക്കാണ്. എല്ലാ വ്യൂസും നമ്മൾ ഏകദേശം കവർ ചെയ്തു. ഞാൻ ഈ വീഡിയോയിൽ മാക്സിമം എല്ലാ വ്യൂസും കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങോട്ട് വരുന്നവരാണെങ്കിൽ ഒട്ടും ഇതാക്കട്ടോ, പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വിട്ടോ. ഇനി ബാക്കി ഞാൻ താഴെ പോയിട്ട് ബാക്കി നമ്മൾ തിരിച്ചു പോകുന്ന വ്യൂ കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പം താട്ടോ.